സോ ഒന്ന് 19-ാം തീയതിയാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയ ശേഷം. മാർക്കറ്റ് ഇന്നൊരു ട്രെൻഡിങ് ഡേ ആണ്. ആക്ച്വലി ഞാനിന്നൊരു 2 ട്രേഡ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോളും ഒരു പുട്ടും, വിച്ച് ഈസ് നിങ്ങൾക്ക് ഇവിടെ ഒരു റെഡ് ലൈനും ഒരു ഗ്രീൻ ലൈനും കാണാം. ഇത് കണ്ടോ, ഇത് ഈ റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ എനിക്കൊരു ഗ്രീൻ ലൈൻ ടച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു കോൾ ബൈ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് ഈ റേഞ്ചിലോട്ട് മാർക്കറ്റ് വന്നില്ല. അതുപോലെ തന്നെ ഈ റെഡ് ലൈനിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു പുട്ട് ബൈ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് വന്നില്ല. ഈ 2 ലൈനും ഡ്രോ ചെയ്തിട്ടാനുള്ള റീസൺ ഇത് ലിക്വിഡിറ്റി ലെവലായിട്ട് ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അതെനിക്കിന്ന് ലോസ് ആണ്. ഇതാ ഈ ട്രേഡാണ്. ഓക്കെ, അതായത് ഈ റെഡ് ലൈനിൻ്റെ ആ ഒരു റേഞ്ചിലോട്ട് എത്തി ഒരു പുട്ട് ബൈ ചെയ്തിരുന്നു. ബട്ട് അത് ലോസായി. സി ലൈക്ക് ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? ആക്ച്വലി ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാവരും ഇത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകുന്നു കരുതിയിട്ട് ഇവിടെ നിന്ന് എല്ലാവരും ബൈ ചെയ്ത് ഇവിടെ ഇതിൻ്റെ തൊട്ട് ബിലോ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് മാർക്കറ്റ് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് നടത്തിയ ശേഷം തിരിച്ചു വന്ന സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിപ്പോയത്. ഞാൻ ഇവിടെ നിന്ന് പുട്ട് ബൈ ചെയ്തിരുന്നു. ബട്ട് തൊട്ട് മേലെ ഞാൻ സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് മാർക്കറ്റ് ഞാൻ വിചാരിച്ച പോലെ താഴോട്ട് വന്നില്ല. മാർക്കറ്റ് തിരിച്ചു കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു 6 പോയിന്റ് അല്ലെങ്കിൽ 7 പോയിന്റ് ആണ് ഞാൻ സ്റ്റോപ്പ് ലോസ് എപ്പോഴും പ്ലേസ് ചെയ്യുക. ഹിറ്റ് ആവും ചെയ്തു. ആൻഡ്